ذلك الكتاب لا ريب فيه هدى للمتقين. സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്താണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് ഓതുമ്പോൾ വഖഫ് നിർത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ ദാലിക്കൽ കിതാബു ലാ റൈബ്, റൈബ് എന്ന വാക്കിൽ നിർത്താം. അല്ലെങ്കിൽ ലാ റൈബ ഫീഹ്, ഫീഹി എന്ന വാക്കിൽ നിർത്താം. നിർത്തുമ്പോൾ ഫീഹി കസ്റിനെ സുക്കൂനാക്കി നിർത്തണം. തജ്വീദ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു, ലാ റൈബ ഫീഹ് എന്ന വാക്കിൽ നിർത്തലാണ് ഉത്തമം. കാരണം ദാലിക്കൽ കിതാബു ലാ റൈബ് നിർത്തി ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് തുടർന്നു വായിക്കുമ്പോൾ ഖുർആനിൽ സന്മാർഗമുണ്ട് എന്ന അർത്ഥം വരും. അത് നല്ലൊരു അർത്ഥമാണ്. പക്ഷേ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ഫീഹി എന്ന വാക്കിൽ നിർത്തിക്കഴിഞ്ഞാൽ ഖുർആൻ മൊത്തത്തിൽ മുഴുവനായും സന്മാർഗം ആകുന്നു എന്ന വിശാലമായ അർത്ഥം ലഭിക്കും. അതുകൊണ്ട് ലാ റൈബ ഫീഹി എന്ന വാക്കിൽ നിർത്തലാണ് കൂടുതൽ നല്ലത് എന്ന് തജ്വീദ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. ലാ റൈബ ഫീഹ് നിർത്തിക്കഴിഞ്ഞാൽ 2 ഖദ്റോ 4 6 വീതം ദീർഘിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ദീർഘിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മറ്റുള്ള ആയത്തുകൾ ഇതുപോലെ അൽ മദ്ദുൽ ആരിദ് ലിസ്സുകൂൻ എന്ന വഖഫ് പ്രകാരം നിർത്തിക്കഴിഞ്ഞാൽ ആ ദൈർഘ്യം നാം പാലിക്കണമെന്ന് മാത്രം. ഒന്നുകൂടിയും ഈ ആയത്ത് നമുക്ക് കേൾക്കാം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്. ഇതാണ് 2-ാമത്തെ ആയത്തിന്റെ സാരം. അതിന്റെ വാക്കാർത്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ, ദാലിക അത് എന്നാണ് അതിനെ നേർക്കുനേരെയുള്ള അറബിയിലുള്ള അർത്ഥം. എന്നാൽ ഈ ആയത്തിൽ ഇത് എന്ന അർത്ഥമാണ് അതിന് നൽകാവുന്ന പ്രബലമായ അർത്ഥം. ഇൻഷാ അല്ലാഹ് അത് എപ്രകാരമാണ് എന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. ബാക്കിയുള്ള വാക്കാർത്ഥങ്ങൾ പരിശോധിച്ചാൽ, അൽ കിതാബ് ഗ്രന്ഥം, ഗ്രന്ഥമാണ്, ലാ റൈബ സംശയമേ ഇല്ല, സന്ദേഹമേ ഇല്ല, ഫീഹി അതിൽ, ഹുദ മാർഗദർശനമാണ്, ഹുദൻ മാർഗദർശനമാണ്, ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, ഭയഭക്തന്മാരായ ആളുകൾക്ക്. ഇതാണ് അതിന്റെ വാക്കാർത്ഥങ്ങൾ. അതായത് ഈ ആയത്തിന്റെ അർത്ഥം, ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേ ഇല്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത് എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്
ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ദാലിക്കൽ കിതാബ് എന്ന ഭാഗമാണ്. മിക്ക പരിഭാഷകളിലും നമുക്ക് വായിക്കുവാൻ കഴിയുക ദാലിക്കൽ കിതാബ് എന്നതിന് ഇതാകുന്നു ഗ്രന്ഥം എന്ന അർത്ഥമാണ് നമുക്ക് കാണാൻ കഴിയുക. ദാലിക്ക എന്നത് അടിസ്ഥാനപരമായി ഇസ്മുൽ ഇഷാറയിൽപ്പെട്ട ഒരു പദമാണ്. ദാലിക്ക, തിൽക്ക, ഹാദിഹി, ഹാദ, ഉലായിക്ക പോലെയുള്ള പദങ്ങൾ ഇതെല്ലാം ഇസ്മുൽ ഇഷാറയിൽപ്പെട്ട പദമാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ എന്ന് പറയാറുള്ള ഒരു വസ്തുവിനെ ചൂണ്ടിക്കാട്ടുന്ന സർവനാമമായി ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇതെല്ലാം. അത് എന്നാണ് ഭാഷയിൽ ദാലിക്കയുടെ അർത്ഥമെങ്കിലും ഇത് എന്ന രൂപത്തിലും അറബി സാഹിത്യങ്ങളിലും മറ്റും ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. ഈ ആയത്തിൽ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞത് അത് പരിശുദ്ധ ഖുർആനിനെ ഉദ്ദേശിച്ചു തന്നെയാണ് എന്ന വിഷയത്തിൽ സംശയമില്ല. എന്നാൽ സഹോദരങ്ങളെ, ദാലിക്ക എന്ന പദത്തിന് രണ്ട് രൂപത്തിൽ തഫ്സീർ പണ്ഡിതന്മാർ അർത്ഥം നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് അതാകുന്നു ഗ്രന്ഥമെന്നും രണ്ടാമത്തേത് ഇതാകുന്നു ഗ്രന്ഥമെന്നും തഫ്സീറുകൾ എഴുതിയ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ, അവർ ആ രൂപത്തിൽ അതിനർത്ഥം നൽകിയിട്ടുണ്ട്. ഇവിടെ ദാലിക്ക എന്നതിന് അസ്ലിയായ ശരിയായ അർത്ഥം പരിഗണിച്ചുകൊണ്ട് അതാകുന്നു എന്ന് അർത്ഥം നൽകിയ പണ്ഡിതന്മാരുണ്ട്. അവർ ദാലിക്ക അഥവാ അതാകുന്നു എന്നതിന് വിവിധ രൂപത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായവും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് തൽക്കാലം ഇന്ന് നമ്മൾ കടക്കുന്നില്ല. എങ്കിലും ദാലിക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ തന്നെയാണ് എന്നുള്ള രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ അഭിപ്രായം എങ്ങനെയാണ് കടന്നുവന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ പൂർണ്ണമായും സംരക്ഷിച്ചു വച്ചിട്ടുള്ള ഖുർആനിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ദാലിക്ക എന്ന് ഇമാം ഖുർത്തുബിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച പരിശുദ്ധ ഖുർആൻ 23 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ അവതരണം സമ്പൂർണമായി അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളും. എന്നാൽ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന് 2 അവതരണ ഘട്ടങ്ങളുണ്ട്. ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ദാലിക്ക എന്നതിന് അത് എന്ന അർത്ഥം നൽകിയ പണ്ഡിതന്മാരുടെ ന്യായം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. പരിശുദ്ധ ഖുർആനിന് 2 അവതരണ ഘട്ടങ്ങളുണ്ട്. ഒന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഒറ്റയടിക്കുള്ള അവതരണമാണ് അത്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. അല്ല, അത് മഹത്വമേറിയ ഒരു ഖുർആനാകുന്നു. അത് എവിടെയാ? അത് ലൗഹിൽ മഹ്ഫൂദിലാണ്, സംരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അതുള്ളത് എന്ന് സൂറത്തുൽ ബുറൂജിലെ 21-ാമത്തെയും 22-ാമത്തെയും ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അൽ ലൗഹുൽ മഹ്ഫൂദ് എന്നാൽ എന്താണ്? അതെവിടെയാണ് യഥാർത്ഥത്തിൽ കൃത്യമായി സ്ഥിതി ചെയ്യുന്നത്? അത് ഏത് തരത്തിലുള്ളതാണ്? ഇതൊന്നും സഹോദരങ്ങളെ നമുക്ക് വസ്തുനിഷ്ഠമായി വിവരിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. ഖുർആൻ വചനങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നും മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതവര്യന്മാരുടെ വചനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്താണോ അതായിരിക്കണം ഈ വിഷയ സംബന്ധമായി നമ്മുടെ വിശ്വാസം. അള്ളാഹുവിങ്കൽ പ്രത്യേകം സൂക്ഷിക്കപ്പെട്ട ഒരു ജ്ഞാനരേഖയാണ് ലൗഹുൽ മഹ്ഫൂദ്. ഖുർആനടക്കം അള്ളാഹു അതിൽ പലതും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇത് സംബന്ധമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്നത്. അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ ആർക്കും അതിനെപ്പറ്റി ഒന്നും തന്നെ അറിയുവാൻ സാധ്യമല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം മുസ്ലിമുകൾ. ഇനി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിലേക്ക് നമ്മൾ കടന്നാൽ ഖുർആനിനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് ഒറ്റയടിക്കാണ് അത് അവതരിച്ചിട്ടുള്ളത്. ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത് അത് റമദാൻ മാസത്തിലാണ് എന്നുള്ളത് അത് അറിയപ്പെട്ട കാര്യമാണ്, പ്രമാണങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകളാണ് സഹോദരങ്ങളെ അതിന് തെളിവായിട്ടുള്ളത്. സൂറത്തു ദുഹാനിലെ 3-ാമത്തെ ആയത്ത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും നാം അതിനെ, അതായത് ഖുർആനിനെ, ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദുഹാനിലെ 3-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. ഇവിടെ അല്ലാഹു പറഞ്ഞ
അനുഗ്രഹീതമായ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ് ആ അനുഗ്രഹീതമായ രാത്രി? അത് കൃത്യമായിക്കൊണ്ട് സൂറത്തുൽ ഖദറിലെ ആദ്യത്തെ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. തീർച്ചയായും നാം ഇതിനെ, അതായത് ഖുർആനിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന്. ലൈലത്തുൽ ഖദർ എപ്പോഴാ? റമദാനിൽ അവസാനത്തെ 10 അത് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, വളരെ കൃത്യമായി കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഏത് മാസത്തിലാണ് എന്ന് സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വ്യക്തമാക്കുകയാ, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ജനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ മാസമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇങ്ങനെ ഈ റമദാൻ മാസത്തിൽ അത് ഒറ്റയടിക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അത് ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് അത് അവതരിക്കുകയാ. ബൈത്തുൽ ഇസ്സ ഒന്നാം ആകാശത്ത് കഅബയെ പോലെയുള്ള ഒരു മന്ദിരമാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏതായാലും നമ്മൾ മനസ്സിലാക്കുക, ഒറ്റയടിക്ക് ഈ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ ഒറ്റയടിക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് അത് റമദാൻ മാസത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. ഇതാണ് അതിന്റെ ഒന്നാം ഘട്ടം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു അവതരണമുണ്ട്. അതെന്താ? ഒന്നാം ആകാശത്തെ മന്ദിരമായ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് 23 വർഷങ്ങൾക്കുള്ളിൽ അവതരിച്ചതാണ് രണ്ടാമത്തെ അവതരണം. ഈ അവതരണത്തെക്കുറിച്ചാണ് സൂറത്തു ഇസ്രായിലെ 106-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നീ ജനങ്ങൾക്ക് സാവകാശത്തിൽ ഓതിക്കൊടുക്കേണ്ടതിനായി ഖുർആനിനെ നാം പല ഭാഗങ്ങളിലായി വേർതിരിച്ചിരിക്കുന്നു, നാം അതിനെ ക്രമേണയായി ഇറക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. എങ്ങനെ? നാം അതിനെ ക്രമേണയായി കൊണ്ട് ഇറക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. ആ ക്രമേണ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ കാലഘട്ടത്തിലാണ് അത് അവതരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് അവതരണങ്ങളും ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ച് അദ്ദേഹം പറയുകയാണ്, ഹുവ സഹീഹുൽ മുഅ്തമദ്, ഇതാണത്രേ ശരിയായതും അവലംബനീയവുമായിട്ടുള്ള അഭിപ്രായമെന്ന് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇനി സഹോദരങ്ങളെ, നമ്മളുടെ വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിന്റെ ആദ്യഘട്ടം അവതരിച്ചതാണ്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിന്റെ ആദ്യഘട്ടം അവതരിച്ചതാണ് സൂറത്തുൽ ബഖറ. ആ സമയം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അവതരിച്ചിട്ടില്ല. അവതരിക്കാത്ത ബാക്കിയുള്ള ആയത്തുകൾ ആകാശലോകത്താണ് സ്ഥിതി ചെയ്യുന്നത്, ബൈത്തുൽ ഇസ്സയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിൽ അത് സ്ഥിതി ചെയ്യുന്നു. അവിടേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദാലിക്കൽ കിതാബ്, അതാകുന്നു ഗ്രന്ഥമെന്ന് ഖുർആനിനെ കുറിച്ച് സൂചിപ്പിച്ചത് എന്നാണ്. അവിടെ അത് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു എന്നതാണ് ദാലിക അഥവാ അത് എന്നു അതാകുന്നു ഗ്രന്ഥം എന്ന പ്രയോഗത്തിന്റെ താല്പര്യമെന്ന് ഈ അഭിപ്രായമുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദാലിക എന്നതിന് വേറെയും അഭിപ്രായങ്ങളുണ്ട് എന്ന് ഈ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം നമ്മൾ സ്വീകരിക്കുമ്പോൾ തഫ്സീറിൽ വന്ന പ്രബലമായ അഭിപ്രായം ഏതാണ്, ആ അഭിപ്രായമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു അഭിപ്രായം എടുത്തുകൊണ്ട് അത് അന്ധമായി സ്വീകരിക്കുന്ന ഒരു സ്വഭാവം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടുള്ളതല്ല. പ്രമാണത്തിന്റെ പിൻബലമുള്ളതും അതുപോലെ തന്നെ അറബി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു ബലപ്പെടുത്തിയതുമായ അഭിപ്രായം നമ്മളുടെ മുമ്പിലുണ്ട് എങ്കിൽ അതിനായിരിക്കണം സഹോദരങ്ങളെ നമ്മൾ കൂടുതൽ സ്വീകാര്യത കൊടുക്കേണ്ടത്. എങ്ങനെയാണ്? പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നത്, പ്രമാണത്തിന്റെ പിൻബലമുള്ളത്, അതുപോലെ തന്നെ അറബി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു ബലപ്പെടുത്തിയ അഭിപ്രായം, അതിനായിരിക്കണം നമ്മൾ കൂടുതൽ സ്വീകാര്യത കൊടുക്കേണ്ടത് എന്ന് ഇത് സംബന്ധമായി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥത്തിന്റെ വിഷയത്തിൽ അങ്ങനെ പ്രബലമായി വന്ന അഭിപ്രായം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ദാലിക്കൽ കിതാബ് എന്നതിന് ഹാദൽ കിതാബ്, ഈ പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ഇതാകുന്നു ഗ്രന്ഥമെന്ന അർത്ഥം സ്വഹീഹായ രൂപത്തിൽ ഇക്രിമ റഹിമഹുള്ളയിൽ നിന്നും വന്നിട്ടുള്ളത്. ആരാ ഇക്രിമ റഹിമഹുള്ള?
അദ്ദേഹം ഇമാം മുജാഹിദിന്റെ ശിഷ്യനാണ്. ആരാ ഇമാം മുജാഹിദ്? ഇമാം മുജാഹിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇമാം തൊബരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇക്രിമയിൽ നിന്നുള്ള റിവായത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതേ രൂപത്തിൽ തന്നെ ഇക്രിമ റഹിമഹുല്ലയിൽ നിന്നും മുജാഹിദ് റഹിമഹുല്ലയിൽ നിന്നും അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഖൗലു തആല ദാലിക്കൽ കിതാബ്, അല്ലാഹുവിന്റെ ഖൗലായ ദാലിക്കൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാദൽ കിതാബ്, ഇതാകുന്നു ഗ്രന്ഥമെന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഒരു വസ്തു സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അതിലേക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധാരണ നിലയിൽ ഹാദ എന്ന്, ഇത് എന്ന പ്രയോഗമാണ് അറബിയിൽ ഉപയോഗിക്കപ്പെടാറുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുവിന്റെ മഹത്വമോ ഉന്നത പദവിയോ സൂചിപ്പിച്ചുകൊണ്ട് തൽസ്ഥാനത്ത് ദാലിക അഥവാ അത് എന്നും അറബികൾക്കിടയിൽ ഉപയോഗിക്കപ്പെടാറുണ്ട് എന്ന്. ഇതനുസരിച്ചാണ് ഇവിടെ ഈ ആയത്തിൽ ദാലിക്കൽ കിതാബ് എന്നതിന് ഹാദൽ കിതാബ്, ഇതാകുന്നു ഗ്രന്ഥമെന്ന അർത്ഥം തഫ്സീർ പണ്ഡിതന്മാർ നൽകിയത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുകയാ. സഹോദരങ്ങളെ, ഇതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്നത് ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം അറബി ഭാഷയുടെ പിൻബലം അതിനാണുള്ളത്. അതുപോലെ തന്നെ പൂർവികരായ സലഫു സാലിഹീങ്ങളായ പണ്ഡിതന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള തഫ്സീറിന്റെ വിഷയത്തിൽ നല്ല അവഗാഹമുള്ള സഹാബികൾ അവരൊക്കെ ഈ രൂപത്തിലുള്ള അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട അഭിപ്രായം ആ സഹാബികൾ സ്വീകരിച്ച, പൂർവികർ സ്വീകരിച്ച അഭിപ്രായമായിരിക്കണം. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുകയും ഇതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം, ദാലിക്കൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാദൽ കിതാബ്, ഇതാകുന്നു ഗ്രന്ഥമെന്ന് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ വിശദീകരിച്ചത് നമ്മൾ സ്വീകരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന്റെ മറ്റു ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമ്മളുടെ ക്ലാസുകളിൽ ഇൻഷാ അല്ലാഹ് നമ്മളത് പ്രതിപാദിക്കുന്നതാണ്. ദാലിക്കൽ കിതാബ് എന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠന വിഷയമാക്കേണ്ടതുണ്ട്. ലാ റൈബ ഫീഹി ഉദൻ ലിൽ മുത്തഖീൻ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ആ വിഷയം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.